അപ്പോൾ ഇന്ന് ഞാൻ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് റീസ്ട്രെയിനിങ് ഓഫ് അനിമൽസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ സിലബസിൽ എക്സാക്റ്റ് സിലബസ് തന്നെയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ്, അപ്രോച്ചിങ് ദി അനിമൽ. Animals by nature are docile and calm, but they attack human beings when they are suspicious of the intention or when they are afraid. An understanding of animal behavior is essential for effectively working with animals. Remember that cattle always kick sideways while horses kick back. അപ്പം അനിമലിൻ്റെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വളരെ എസെൻഷ്യലാണ്. എന്താണ്, വൈൽ വർക്കിംഗ് വിത്ത് അനിമൽസ് നമ്മൾ ഉറപ്പായിട്ട് അനിമൽ ബിഹേവിയർ അറിഞ്ഞിരിക്കണം. അതുപോലെ കാറ്റിൽസ് ആണെങ്കിൽ സൈഡ് വൈസ് ആയിരിക്കും കിക്ക് ചെയ്യുന്നത്, പക്ഷേ ഹോഴ്സസ് ആണെങ്കിൽ ബാക്കിലോട്ടായിരിക്കും കിക്ക് ചെയ്യുന്നത്. ബിഹേവിയർ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഡിക്കേറ്റർ ഓഫ് അനിമൽ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ബിഹേവിയർ ഈസ് ദെയർഫോർ ദ കീ ടു ഗുഡ് മാനേജ്മെൻറ്റ്. We would be able to differentiate whether the behavior being exhibited is normal or the result of injury or fear. Certain animals are difficult to handle, like buffaloes. Genetic factors affect an animal's reaction to handling. Brahman cross cattle are more excitable and hard to handle than exotic breeds. Exotic breedsനേക്കാളും കുറച്ച് കൂടുതൽ ഡിഫിക്കൽട്ടാണ് നമ്മളുടെ ബ്രഹ്മൻ എന്ന് പറയുന്ന ക്രോസ് എന്താണ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഹേർഡ് അനിമൽസ് ലൈക്ക് കാറ്റിൽസ് ആർ likely to become highly agitated and stressed when they are separated from their herd mates. Okay, animals will readily follow the leader. Skillful handlers allow livestock to follow the leader and do not rush them. A tame cow will keep a wild cow calm during artificial insemination. ഇതെല്ലാം പറയുന്നത് നമ്മളുടെ ഒരു അനിമലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബിഹേവിയറിൻ്റെ ഡിഫറൻസസ് ഒക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. An important concept of livestock handling is fight zone. The fight zone is the animal's personal space. Fight zone എന്ന് പറയുന്നത് അനിമലിൻ്റെ പേഴ്സണൽ സ്പേസ് ആണ്. When a person enters the fight zone, the animals will move away or attack. അപ്പോൾ ഒരാൾ ഫൈറ്റ് സോണിലേക്ക് പേഴ്സണൽ സ്പേസിലേക്ക് കടക്കുമ്പോഴത്തേക്ക് അനിമൽസ് ഒന്നെങ്കിൽ എന്ത് ചെയ്യും, പുറവിലേക്ക് വലിയും, അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. The size of the fight zone will slowly diminish when animals receive frequent gentle handling. അപ്പോൾ ജെൻറ്റിൽ ഹാൻഡ്ലിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനിമൽസിൻ്റെ ഫൈറ്റ് സോൺ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഹോഴ്സസ്, കാറ്റിൽ ആൻഡ് അതർ ഗ്രേസിങ് അനിമൽസ് വിൽ പോയിൻറ്റ് ദെയർ ഇയേഴ്സ് ടുവേർഡ്സ് തിങ്സ് ദാറ്റ് കൺസേൺ ദം. ഇങ്ങനെ അവർ ഗ്രേസിങ് അനിമൽസ് ആണെങ്കിലും കാറ്റിൽസ് ആണെങ്കിലും ഹോഴ്സസ് ആണെങ്കിലും അവരിങ്ങനെ അവരുടെ ചെവി ഇങ്ങനെ കൂർപ്പിക്കുക, എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർ കൺസേൺ ആണെങ്കിൽ അവർ ആ ദിശയിലേക്ക് അവർ ചെവി ഇങ്ങനെ കൂർപ്പിക്കുന്നതായിട്ട് കാണും. ഇനി അടുത്തത്, പ്രിക്കോഷൻസ് വൈൽ അപ്രോച്ചിങ് ദ അനിമൽ. പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, ഒരു അനിമലിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെവർ എക്സൈറ്റ് അനിമൽസ് അൺനെസസറിലി ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു കൺട്രോൾ എക്സൈറ്റഡ് അനിമൽസ്. അനിമൽസിനെ എക്സൈറ്റ് ചെയ്ത് നോക്കണം. അപ്രോച്ച് ഓർ ഹാൻഡിൽ ദ അനിമൽസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് പേഴ്സൺസ് ഹു ആർ ഫെമിലിയർ ടു ദാറ്റ് പർട്ടിക്കുലർ അനിമൽ. എൻക്വയർ ആൻഡ് ഹാവ് ആൻ ഐഡിയ അബൌട്ട് ദ ബിഹേവിയർ ഓഫ് ദി അനിമൽ ഫ്രം ദ ഓണർ ഓർ അറ്റൻഡൻറ്റ് ഹു ഹാൻഡിൽസ് ഇറ്റ് റെഗുലർലി. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു അനിമലിനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അനിമലുമായിട്ട് പരിചയമുള്ള, അത് മേ ബി ഓണർ ആവാം അല്ലെങ്കിൽ അറ്റൻഡൻ്റ് ആവാം, ആ അനിമലിനെ ഹാൻഡിൽ ചെയ്യുന്നവരിൽ നിന്നും അനിമലിൻ്റെ ബിഹേവിയർ ചോദിച്ചു വെക്കണം. ദെൻ സ്പീക്ക് ടു ദ അനിമൽ ഓർ കോൾ ഇറ്റ്സ് നെയിം ആൻഡ് പാറ്റ് ജെൻറ്റ്ലി ബിഫോർ ഹാൻഡ്ലിങ്. അപ്പോൾ അവനെ ഹാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ അവരുടെ പേരുണ്ടെങ്കിൽ അതിന് പേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ജെൻറ്റലായിട്ടൊന്ന് തടവിയിട്ടൊക്കെ അവരെ ഒന്ന് ഹാൻഡിൽ ചെയ്യാം. ടു മേക്ക് എ ഫീലിംഗ് ഓഫ് ഫ്രണ്ട്ലിനെസ്. ഓൾവേസ് അപ്രോച്ച് ദ അനിമൽ ഫ്രം ബിഹൈൻഡ് ഓർ ഫ്രം ദ സൈഡ്സ് ആൻഡ് നെവർ ഫ്രം ദ ഫ്രണ്ട്. ഫ്രണ്ടിൽ നിന്ന് ഒരിക്കലും അനിമൽസിനെ അപ്രോച്ച് ചെയ്ത് ഒന്നെങ്കിൽ ബാക്കിൽ നിന്നായിരിക്കണം അല്ലെങ്കിൽ സൈഡ് വേസിൽ നിന്നായിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് അഡ്വൈസബിൾ ടു അപ്രോച്ച് ദ അനിമൽ വിത്ത് എ സ്റ്റിക്ക് ഇൻ ഹാൻഡ്. കമ്പ് കയ്യിൽ വെച്ചിട്ട് ഒരിക്കലും ഒരു അനിമലിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല. നെവർ ഫ്രൈറ്റൻ ദ അനിമൽ അൺനെസസറിലി ഓർ നെവർ ലെറ്റ് ദ അനിമൽ നോ ദാറ്റ് യു ആർ അഫ്രെയ്ഡ്. നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് അനിമൽക്ക് തോന്നാതെ നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ പേടിച്ചുകൊണ്ട് ഒരു അനിമലിനെ അൺനെസസറി ആയിട്ട് ഒരു അനിമലിനെ എന്താണ് പേടിപ്പിക്കാനായിട്ട് പാടില്ല. ദ ഹാൻഡ്ലിംഗ് ഓഫ് അനിമൽസ് മസ്റ്റ് ബി ജെൻറ്റിൽ ആൻഡ് കാം ബട്ട് ഫേം.
ഡോണ്ട് ലെറ്റ് ദ ആനിമൽ നോ ദാറ്റ് യു ആർ അഫ്രൈഡ്. നിങ്ങൾക്ക് പേടിയുണ്ടെന്ന് ഒരിക്കലും ആനിമലിനെ അറിയിക്കാതിരിക്കുക. ഇനി പർപ്പസ് ഓഫ് റീസ്ട്രെയിനിങ് നോക്കാം. എന്തൊക്കെയാണ്? ടു എക്സാമിൻ ആൻ ഇഞ്ചുവേർഡ് ഓർ ഡിസീസ്ഡ് അനിമൽ. ഒരു ഡിസീസ്ഡ് അല്ലെങ്കിൽ ഇഞ്ചുവേർഡ് അനിമലിനെ എക്സാമിൻ ചെയ്യണമെങ്കിൽ നമ്മൾ റിസ്ട്രെയിൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ടു അഡ്മിനിസ്റ്റർ മെഡിസിൻസ് ആൻഡ് വാക്സിൻസ്, ടു കണ്ടക്ട് സർജിക്കൽ ഓപ്പറേഷൻസ് ലൈക്ക് കാസ്ട്രേഷൻ, ടു ടേക്ക് ദ ആനിമൽ ഔട്ട് ഓഫ് ഫോർ ബ്രീഡിംഗ്, ഫീഡിംഗ് എക്സെട്ര, ടു ലീഡ് ദ ആനിമൽ ത്രൂ ക്രൗഡഡ് പ്ലേസസ് ലൈക്ക് കാറ്റിൽ ഷോസ്, സംടൈംസ് ഫോർ മിൽക്കിംഗ് ഓഫ് കൗസ്. ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലാണ് നമ്മൾ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എക്സാമിൻ ഇഞ്ചുറീസിനെ, ഡിസീസ്ഡ് അനിമൽസിനെയൊക്കെ എക്സാമിൻ ചെയ്യാൻ, അതിൽ മെഡിസിൻസും വാക്സിൻസും ഒക്കെ അഡ്മിനിസ്റ്റർ ചെയ്യാനും, അതുപോലെ തന്നെ സർജിക്കൽ ഓപ്പറേഷൻ്റെ സമയത്ത് ലൈക്ക് കാസ്ട്രേഷൻ്റെ ഒക്കെ സമയത്ത്, പിന്നെന്താണ് ഫീഡിങ്ങിനും ബ്രീഡിങ്ങിനും ഒക്കെ അനിമലിനെ ടേക്ക് ചെയ്യുന്ന സമയത്ത്, ടു ലീഡ് ദ ആനിമൽ ത്രൂ ക്രൗഡഡ് പ്ലേസസ് ലൈക്ക് കാറ്റിൽ ഷോസ് ആൻഡ് സംടൈംസ് മിൽക്കിങ്ങിൻ്റെ സമയത്തൊക്കെ നമ്മൾ റീസ്ട്രെയിനിങ് യൂസ് ചെയ്യാറുണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് റീസ്ട്രെയിനിങ് ഓഫ് ഹെഡ് ആൻഡ് നെക്ക് നോക്കാം. For short-term control of head and neck, simply hold on the nasal septum with one hand and hold the horns with the other hand. അപ്പോൾ ഷോർട്ട് ടേം കൺട്രോൾ ഹെഡിൻ്റെയും നെക്കിൻ്റെയൊക്കെ ഷോർട്ട് ടേം കൺട്രോളിനാണെങ്കിൽ സിമ്പിളായിട്ട് നേസൽ സെപ്റ്റത്തിൽ ഹോൾഡ് ചെയ്യുക. ഒരു ഹാൻഡ് വെച്ചിട്ട് മറ്റേ ഹാൻഡ് വെച്ചിട്ട് അവിടെ ഹോൺസിൽ ഹോൾഡ് ചെയ്യണം. ദിസ് ഈസ് ഡൺ ബൈ ഇൻട്രൊഡ്യൂസിങ് ദ തമ്പ് ആൻഡ് ഇൻഡെക്സ് ഫിംഗേഴ്സ് ഓഫ് ലെഫ്റ്റ് ഹാൻഡ് through the nostrils and applying slight pressure at the nasal septum. There are some instruments for controlling head and neck. ഹെഡിനെ നെക്കിനെ കൺട്രോൾ ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാൾട്ടേഴ്സ്, ബുൾ ഹോൾഡർ, മസിൽ, നോസ് റിംഗ്, നോസ് റോപ്പ്, ക്രാഡിൽ, മൗത്ത് ഗ്യാഗ്സ് എക്സെട്ര. ഇതെല്ലാം തന്നെയാണ് ഹെഡിനെയും നെക്കിനെയും കൺട്രോൾ ചെയ്യുന്ന ചില ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പഠിക്കാനുണ്ട്. മെത്തേഡ് ഓഫ് റിസ്ട്രെയിനിങ് ഓഫ് ഫോർ ലിം ആൻഡ് ഹൈൻഡ് ലിം. ഫോർ ലിംബും ഹൈൻഡ് ലിംബും റീസ്ട്രെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമിനിങ് ആൻഡ് ഡ്രസ്സിങ് ഓഫ് വൂണ്ട് ഓൺ ദ ഹൂസ്. ഹൂസിൽ വൂണ്ടോ അല്ലെങ്കിൽ ഡ്രസ്സിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിലോ അതിനെ എക്സാമിൻ ചെയ്യണമെങ്കിലോ എന്നാണ് നമ്മൾ എന്താണ് ഫോർ ലിംബിനെ ഹൈൻഡ് ലിംബിനെയൊക്കെ നമ്മൾ റീസ്ട്രെയിൻ ചെയ്യുന്നത്. ട്രിമ്മിങ് ഓഫ് ദി ഓവർ ഗ്രോൺ ഓർ ക്രാക്ഡ് ഹൂസ്, ദെൻ റിമൂവൽ ഓഫ് ഗ്ലാസ് പീസസ് ഓർ ത്രോൺസ് ഓർ നെയിൽസ് ഫ്രം ദ ഹൂസ് ഫോർ ഷൂയിങ്. ഈ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ലിംബും ഹൈ ലിംബും ഒക്കെ റീസ്ട്രെയിൻ ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഇനി ലിഫ്റ്റിംഗ് ഓഫ് ഫോർ ലിംബ് ഓഫ് കാറ്റിൽ. ആ സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ടൈ വൺ എൻഡ് ഓഫ് എ റോപ്പ് ടു ദ കാനോൺ റീജിയൻ ഓഫ് ഫോർ ലിംബ് ടു ബി ലിഫ്റ്റഡ്. പാസ് ദ അതർ എൻഡ് ഓഫ് ദി റോപ്പ് ഓവർ ദ വിത്തർ ഓഫ് ദി അനിമൽ ടു ദി അതർ സൈഡ്. Pull the end of the rope downwards by an attendant and the limb gets lifted up. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു കാറ്റിലിൻ്റെ ഫോർ ലിംബ് ലിഫ്റ്റ് ചെയ്യുന്നത്. ആ പ്രൊസീജിയർ നിങ്ങൾക്ക് സിലബസിൽ പറഞ്ഞിട്ടുണ്ടോണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഇനി ലിഫ്റ്റിംഗ് ഓഫ് ഹൈൻഡ് ലിംബ് ഓഫ് കാറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. പാസ് എ സ്ട്രോങ് സ്മൂത്ത് പോൾ ഇൻ ബിറ്റ്വീൻ ദ ടു ഹൈൻഡ് ലിംബ്സ്. The pole should be in front of the hock region of the limb to be lifted and behind the other hock. Two attendants should hold the two ends of the pole. Lift the pole backward and upward so the leg will get lifted up. അങ്ങനെയാണ് ഫോർ ലിംബും ഹൈൻഡ് ലിംബും ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹോൾ ബോഡി റീസ്ട്രെയിനിങ് ആണ്. ഹോൾ ബോഡി റീസ്ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് കാസ്റ്റിങ്ങും ദെൻ അതർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രാങ്കുലൈസേഷനുമാണ്. ഹോൾ ബോഡി റീസ്ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കാസ്റ്റിങ്ങും ട്രാങ്കുലൈസേഷനുമാണ് യൂസ് ചെയ്യുന്നത്. കാസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. കാസ്റ്റിംഗ് ഈസ് പുള്ളിങ് ഡൗൺ ദി അനിമൽ ഓൺ ടു ദ ഗ്രൗണ്ട്, സെക്യൂറിങ് ഇറ്റ്സ് ഫീറ്റ് ആൻഡ് ഹെഡ്. അതായത് അനിമലിനെ ഗ്രൗണ്ടിലേക്ക് പുൾ ഡൗൺ ചെയ്യുന്നു. എന്താണ് എങ്ങനെയാണ് ഫീറ്റും ഹെഡും ഒക്കെ സെക്യൂർ ചെയ്തുകൊണ്ടാണ് ഗ്രൗണ്ടിലേക്ക് പുൾ ഡൗൺ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഫോർ ഹോൾ ബോഡി റീസ്ട്രെയിനിങ്. കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഹോൾ ബോഡി റീസ്ട്രെയിനിങ് മെത്തേഡാണ്. കാറ്റിൽ ഹാവ് ടു ബി കാസ്റ്റ് ഫോർ എ വെറൈറ്റി ഓഫ് റീസൺ. കാസ്റ്റിംഗ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് റീസൺസ് ഉണ്ട്. എന്തിനൊക്കെ വേണ്ടിയാണ്? മേജർ സർജിക്കൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട്, സ്പെഷ്യൽ എക്സാമിനേഷൻസിന് വേണ്ടിയിട്ട്, ഷൂയിങ്ങിൻ്റെ സമയത്ത് ഒക്കെ തന്നെ നമ്മൾ കാസ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇതിൽ തന്നെ രണ്ട് മെത്തേഡ്സാണ് കാസ്റ്റിങ്ങിനുള്ളത്, റൂഫ്സ് മെത്തേഡും ആൾട്ടർനേറ്റ് മെത്തേഡും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിന് മുന്നേ റൂഫ്സ് മെത്തേഡ് പോകുന്നതിന് മുന്നേ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. കാസ്റ്റിങ്ങിൻ്റെ മുന്നേ The casting area should have a minimum of 8 meter diameter.
Provide proper bedding in the casting area like well-grown grass, sand, sawdust, straw. അതായത് കാസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഏരിയ നല്ലൊരു ബെഡിങ് കൊടുക്കണം, ഗ്രാസ് വെച്ചിട്ടോ സാൻഡ് വെച്ചിട്ടോ ഒക്കെ. റിമൂവ് സ്റ്റോൺസ്, ഹാർഡ് ആൻഡ് ഷാർപ്പ് ഒബ്ജക്ട്സ് ഫ്രം ദ ഏരിയ. Adequate number of helpers should be there to pull the rope, support head while the animal sinks to ground and to tie the legs. നല്ല adequate number of helpers വേണം. Then cool hours of the day should be the ideal time for, അതായത് നല്ല തണുപ്പുള്ള സമയത്ത് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നല്ല ചൂടുഷ്ടമുള്ള സമയത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അനിമൽ കുറച്ചും കൂടെ അൺകംഫർട്ടബിൾ ആയിട്ട് മാറും. Cattle can be thrown on either side, but it is better to cast them on the right side due to the presence of rumen on the left side. Right side വേണം കാസ്റ്റ് ചെയ്യാൻ, കാരണം rumen left side ആയതുകൊണ്ട് തന്നെ. Avoiding casting of pregnant animals. Pregnant animalsനെ നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പാടില്ല. If necessary, cast them only on the left side as the uterus is on right side. ഇനി അവരെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ അവരെ ലെഫ്റ്റ് സൈഡേ ചെയ്യാവൂ, യൂട്രസ് റൈറ്റ് സൈഡ് ആയത് കാരണം. ഫാസ്റ്റ് ദ അനിമൽ 12 hours ബിഫോർ കാസ്റ്റിംഗ്. കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ 12 hours ബിഫോർ അവരെ ഫാസ്റ്റ് ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് പ്രിക്കോഷൻസ് ഫോർ കാസ്റ്റിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാസ്റ്റിംഗ് മെത്തേഡ്സ് നോക്കാം. റിഫ്സ് മെത്തേഡ് ഓഫ് കാസ്റ്റിംഗ് നോക്കാം. ഇവിടെ യൂസ് 8 meter ലോങ് സോഫ്റ്റ് റോപ്പ് യൂസ് ചെയ്യണം. 8 meter ലോങ് ആയിരിക്കണം. മേക്ക് എ റണ്ണിങ് നോട്ട് അറ്റ് വൺ എൻഡ് ആൻഡ് ഫിക്സ് അറൗണ്ട് ദ ബേസ് ഓഫ് ഹോൺസ്. ഇൻ കേസ് ഓഫ് ഹോൺലെസ് കാറ്റിൽ ഇറ്റ് ക്യാൻ ബി ഫിക്സ്ഡ് അറൗണ്ട് ദ നെക്ക്. അപ്പം ഹോൺ ഉള്ളവരാണെങ്കിൽ ഈ ഒരു നോട്ട്, അതായത് റണ്ണിങ് നോട്ട്, റോപ്പിലുള്ള ആ നോട്ട് അവർക്ക് ഹോണിൽ ഫിക്സ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അറൗണ്ട് ദ നെക്ക് നമുക്ക് ഫിക്സ് ചെയ്യാം. മേക്ക് 3 half hinges ഓൺ വൺ സൈഡ്. ഫസ്റ്റ് അറൗണ്ട് ദ നെക്ക്, second around the chest, third around the abdomen, in front of udder, in cow and scrotum in bull. അപ്പം 3 half hinges ഉണ്ടാക്കണം, അതായത് വൺ സൈഡിൽ ഉണ്ടാക്കണം. എവിടെയൊക്കെയാണ്? ഫസ്റ്റ് നെക്കിൽ, പിന്നെ എവിടെയാണ്? ചെസ്റ്റിൽ, പിന്നെ തേർഡായിട്ട് അബ്ഡോമനിൽ, അതായത് അഡറിൻ്റെ ഫ്രണ്ടിലായിട്ട് വേണം. പിന്നെന്താണ്? കൗവിലാണെങ്കിൽ അഡറിൻ്റെ ഫ്രണ്ടിലായിട്ടും ബുള്ളാണെങ്കിൽ സ്ക്രോട്ടത്തിലുമാണ്, സ്ക്രോട്ടത്തിൻ്റെ ഫ്രണ്ടിലുമായിട്ടാണ് നമ്മൾ ഹിഞ്ചസ് ഉണ്ടാക്കുന്നത്. ഇനി 1 man should support the head. ഒരാൾ ഹെഡ് സപ്പോർട്ട് ചെയ്യണം എന്നാണ്. ഇതാണ് റഫ്സ് മെത്തേഡിൽ കാസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, 2 ഹോൺസിലുണ്ട്, പിന്നെ അഡറിൻ്റെ ഫ്രണ്ടിലായിട്ടുണ്ട്, കാണാമല്ലോ. 1 man should support the head. Pull the free end of the rope gently backwards and towards the side to the casted by 2 men. The animal will sink to the ground slowly. വളരെ സ്ലോലി ആയിട്ടാണ് ഗ്രൗണ്ടിലേക്ക് അവർ കിടക്കുന്നത്. The person handling the head of the animal should keep the head pressed down. Pass the tail between the thighs and take the end outside. Press the hip downwards. Take another rope and secure the feet of the animal. To release the animal, do all these steps in reverse. അപ്പം ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി അനിമൽസിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം റിവേഴ്സ് ചെയ്യുക. അതായത് ആദ്യമേ റിലാക്സ് ചെയ്യണമെങ്കിൽ ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റോപ്പിനെ റിലീസ് ചെയ്യുക, അല്ലേ? ടേക്ക് അനദർ റോപ്പ് ടു ആൻഡ് സെക്യൂർ ദ ഫീറ്റ് ഓഫ് ദി അനിമൽ തൊട്ടിട്ട് ബാക്കിലോട്ട് ചെയ്യുക. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് കാസ്റ്റിംഗ് ആണ്. ഫോൾഡ് എ 12 meter ലോങ് റോപ്പ് ആൻഡ് പ്ലേസ് ദ മിഡിൽ പോർഷൻ ഓഫ് ദി റോപ്പ് അറൗണ്ട് ദ കൗസ് നെക്ക്. ഇവിടെ 12 meter ലോങ് റോപ്പാണ് എടുക്കുന്നത്. അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് കൗവിൻ്റെ നെക്ക് അറൗണ്ട് ആയിട്ട് പ്ലേസ് ചെയ്യണം. ക്യാരി ദ എൻഡ്സ് ഓഫ് ദി റോപ്പ് ബിറ്റ്വീൻ ദ forelimbs ആൻഡ് ക്രോസ് അണ്ടർ ദ brisket region. Pass the free ends between the forelimbs and carry up to either side of the animal. Take the rope over the loin region and cross again to the opposite side. Pass the ends backwards between the hind legs. Pull both the free ends backwards. The animal will crouch and sink to the ground. Secure the feet and head as in Riff's method. അപ്പം ഇവിടെ സെക്യൂറിങ് ഹെഡും ഫീറ്റും സെക്യൂർ ചെയ്യുന്ന റിഫ്സ് മെത്തേഡ് പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് മെത്തേഡിൽ എന്താണ് കാസ്റ്റിങ്ങിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഇവിടെ നോക്കി, ഈ ഹോൺസിലൊന്നും നോട്ടില്ല, ജസ്റ്റ് ഈ കൗവിൻ്റെ നെക്കിന് അറൗണ്ടാണ് നമ്മൾ എന്താണ് റാപ്പ് ചെയ്തിരിക്കുന്നത്, അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഓഫ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്.
ട്രാങ്കുലൈസേഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് നാക്രോട്ടിക് ഡ്രഗ്സ് ഓർ ട്രാങ്കുലൈസേഴ്സ് ടു കൺട്രോൾ ഫെറോഷ്യസ് അനിമൽസ്. അതായത് ഫെറോഷ്യസ് ആയിട്ടുള്ള അനിമൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാക്രോട്ടിക് ഡ്രഗ്സും ട്രാങ്കുലൈസേഴ്സും യൂസ് ചെയ്യുന്നതിനെയാണ് ട്രാങ്കുലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ സൂ അനിമൽസിന് വേണ്ടിയിട്ടാണ് ട്രാങ്കുലൈസേഷൻ ചെയ്യുന്നത്. ക്യാപ്ചർ ഗൺസ് ക്യാൻ ബി യൂസ്ഡ് ടു അഡ്മിനിസ്റ്റർ ദീസ് ഡ്രഗ്സ്. അതായത് ഈ ആനയൊക്കെ മയക്കുവെടി കൊടുക്കത്തില്ലേ, അപ്പോൾ അതാണ് നമ്മൾ ട്രാങ്കുലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് എലിഫൻറ്റ് മസ്കിലൊക്കെ നമ്മൾ ഒരു അതായത് എന്താണ് വരണ്ട അനിമൽസിനെ മയക്കുവെടി കൊടുത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാങ്കുലൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ അത്രയാണ് എന്തെന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് റീസ്ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ കാസ്റ്റിങ്ങും പറഞ്ഞു, പിന്നെ എന്താണ് ട്രാങ്കുലൈസേഷൻ മെത്തേഡ്സും പറഞ്ഞു. ഇനി ട്രാങ്കുലൈസേഷൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. ഇനി നമുക്ക് കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ കൺട്രോളിങ് ഹെഡ് ആൻഡ് നെക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നോസ് റിംഗ് ആണ്. നോസ് റിംഗ് എന്ന് പറയുമ്പോൾ ബുൾ നോസ് റിംഗ് ഈസ് യൂഷ്വലി യൂസ്ഡ് ടു കൺട്രോൾ ബുൾസ്. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ടു ദ നേസൽ സെപ്റ്റം ബൈ പേഴ്സിങ് ദ സെപ്റ്റം നേസൽ സെപ്റ്റത്തിൽ സെപ്റ്റം പിയേഴ്സ് ചെയ്തിട്ടാണ് നമ്മുടെ നോസൽ റിങ് ഫിക്സ് ചെയ്യുന്നത്. മെയിനായിട്ടും ബുൾസിനാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 സെമി സർക്കുലർ പീസസ് ലിങ്ക്ഡ് ടുഗദർ. Copper, stainless steel or brass can be used for making nose rings. Okay. അടുത്തത് nose string or nose rope can be applied by passing a rope or string through the nasal septum by piercing it with a nose punch and tying the string behind the head. Okay, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ നോസ് സ്ട്രിങ് അല്ലെങ്കിൽ നോസ് റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ടും നേസൽ സെപ്റ്റം പിയേഴ്സ് ചെയ്തിട്ടാണ് അതിലൂടെ ഈ നമ്മളുടെ ഈ നോസ് റിങ്ങിന് പകരം ഒരു സ്ട്രിങ് ആയിരിക്കും അല്ലെങ്കിൽ റോപ്പായിരിക്കും പാസ് ചെയ്യുന്നത്. അത് ഹെഡിന് മികയിലായിട്ട് ടൈ ചെയ്യും. അടുത്ത ഹാൾട്ടറാണ്. കോട്ടൺ ഓർ ലെതർ റോപ്പ് ഹാൾട്ടർ ഈസ് യൂസ്ഡ് ഫോർ കൺട്രോളിങ് ഹെഡ് ആൻഡ് നെക്ക് ഓഫ് ആൻ അനിമൽ. ഹാൾട്ടേഴ്സ് ആർ മെയ്ഡ് ഓഫ് 3 to 4 meter ലോങ് സോഫ്റ്റ് റോപ്സ് വിത്ത് വൺ എൻഡ് ഹാവിങ് എ സ്റ്റീൽ റിംഗ് ആൻഡ് ദ അതർ എൻഡ് ഫ്രീ. അടുത്തതെന്ന് പറയുന്നത് ബുൾ ഹോൾഡറാണ്. യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം എക്സാമിനേഷൻ ഓഫ് ബുൾസ്. ഇറ്റ് ഹാസ് ഗോട്ട് എ ഷോർട്ട് സെൻട്രൽ റോഡ് വിത്ത് 2 സെമി സർക്കുലർ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, എ കീപ്പർ ആൻഡ് എ റിംഗ്. The finger like structures are fixed directly onto the nasal septum or onto the nose ring and kept tied with the keeper. Next one vanna bull leader or bull pole aanu. It is a pole of 1.5 meter long with one end fixed to a hook and spring lever device. The hook can be slipped to the nose ring and locked. It is used to control bulls for a longer time and doesn't necessitate closer approach. അപ്പം ഇത് എന്താണ് ബുൾസിനെ ലോങ്ങർ ടൈമിലേക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുൾ ലീഡർ ഓർ ബുൾ പോള് യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇനി ലിംസിനെ കൺട്രോൾ ചെയ്യുന്ന കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻറ്റി കൗ കിക്കർ ഉണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് 2 metal clips connected by a short chain. Clips are fit on the Achilles tendon region of the each hind leg in such a way that the chain hangs in front of the hocks. അപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി. എന്ന് വെച്ചാൽ അതായത് ലിംസിനെ കൺട്രോൾ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഹെഡിനെയും നെക്കിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഏതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത മിൽക്ക് മാൻസ് റോപ്പ് ഈസ് ടൈഡ് ബൈ പാസിങ് എ സോഫ്റ്റ് റോപ്പ് അറൗണ്ട് the hind legs above the hocks of the crossing the rope between the legs of the manners of 8 and making a loose knot on the milking side with a tail placed inside the knock. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ അത് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ബട്ട് ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് കൺട്രോളിങ് ലിംസ് അതിൻ്റെ കൺട്രോളിങ് ഹെഡ് ആൻഡ് നെക്സ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം നമുക്ക് MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനെ ചോദിക്കാനായിരിക്കും ചാൻസ് കൂടുതൽ. പിന്നെ ട്രെവീസ് ഉണ്ട്. ട്രെവീസ് എന്ന് പറയുന്ന ഡിവൈസ് യൂസ്ഡ് ഫോർ പ്രിവെൻറ്റിംഗ് ലാറ്ററൽ ആസ് വെൽ ആസ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ലാർജ് അനിമൽസിൻ്റെ ഫോർവേഡ് ബാക്ക്വേർഡ് അല്ലെങ്കിൽ ലാറ്ററൽ മൂവ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രെവീസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹാർഡ് വുഡ് ഓർ മെറ്റൽ ട്യൂബ്സ്. 4 posts are fixed on the ground with 2 or more crossbars
on both sides and front. The back side is fitted with one or two removable bars. By keeping the animals in the trevis, we can examine ഇനി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രീവിസ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. വി ക്യാൻ എക്സാമിൻ എനി പോർഷൻ ഓഫ് ഹിറ്റ്സ് ബോഡി കൺവീനിയൻ്റ്ലി. ബോഡിയിലെ ഏത് പാർട്ടും നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് എക്സാമിൻ ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ അനിമൽസ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, പ്രഗ്നൻസി ഡയഗ്നോസിസ്, ഗിവിങ് ഇഞ്ചെക്ഷൻസ്, വാക്സിനേഷൻസ്. ഇങ്ങനെയുള്ള പർപ്പസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിവിസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എന്തൊക്കെ വേണ്ടിയിട്ടാണ്? ഹോൾ ബോഡി എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഹോൾ ബോഡിയെ കൺട്രോൾ ചെയ്ത് വെക്കാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് ട്രിവിസ് എന്ന് പറയുന്നത്. അത് മെയിനായിട്ടും എന്താണ്, ഫോർവേഡ് അനിമൽസിൻ്റെ ലാറ്ററൽ, ഫോർവേഡ്, സൈഡ് വൈസ്, ബാക്ക് വേഡ് ഉള്ള മൂവ്മെൻറ്റ്സിനെ എല്ലാം തന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത് മെയിനായിട്ടും ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ, പ്രഗ്നൻസി ഡയഗ്നോസിസ്, ഗിവിങ് ഇഞ്ചെക്ഷൻസ്, വാക്സിനേഷൻ, ഈ സമയത്തൊക്കെയാണ് ട്രിവിസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഈ സ്ക്യൂസ് കേജ് ഉണ്ട്. സ്ക്യൂസ് കേജസ് ഓഫ് വേരിയസ് സൈസ് ക്യാൻ ബി യൂസ്ഡ് ടു കൺട്രോൾ ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് അനിമൽസ്. ഇറ്റ് ഈസ് എഫക്റ്റീവ്ലി യൂസ്ഡ് ഇൻ ഡോഗ്സ്, ക്യാറ്റ്സ്, വൈൽഡ് അനിമൽസ് എക്സെട്ര. അപ്പോൾ സ്ക്യൂസ് കേജ് മെയിനായിട്ടും ഡോഗ്സ്, ക്യാറ്റ്സ്, വൈൽഡ് അനിമൽസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അക്രോസ് ഡിഫറെൻറ്റ് സ്പീഷീസിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആഫ്റ്റർ ലീഡിങ് ദ അനിമൽ ടു ദിസ് കേജ്, slide the skews panel toward the animal until it is firmly held between the panel and the side of the cage. Now the animal cannot turn its body and so can be handled easily. അപ്പം മെയിനായിട്ടും ആനിമൽസിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട്, ഡോഗ്സ്, ക്യാറ്റ്, അതുപോലെ വൈൽഡ് അനിമൽസിലേക്ക് ഈസി ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ടാണ് സ്ക്യൂസ് കേജ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കൺട്രോളിങ് ദ നെക്ക് ആൻഡ് ഹെഡ്, അതിന് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് നോസ് റിങ് പറഞ്ഞു, ദെൻ നോസ് സ്ട്രിങ് ഓർ നോസ് റോപ്പ്, ഹാൾട്ടർ, ബുൾ ഹോൾഡർ, ദെൻ ബുൾ ലീഡർ ഓർ ബുൾ പോൾ. അപ്പോൾ ഇത്രയും എന്ന് പറയുന്നത് കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ കൺട്രോളിങ് ഹെഡ് ആൻഡ് നെക്കാണ്. ഇനി അടുത്ത ലിംസിൻ്റെ കേസിൽ നമ്മൾ ആൻറ്റി കൗ കിക്കർ പറഞ്ഞു, മിൽക്ക് മാൻ സ്ട്രോപ്പ് പറഞ്ഞു, ട്രിവിസ് പറഞ്ഞു, ദെൻ സ്ക്യൂസ് കേജ് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് കൺട്രോളിങ് ദ കോമൺ ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ കൺട്രോളിങ് ലിംസ് എന്ന് പറയുന്നത്. അപ്പം ഇതോടുകൂടി നമ്മൾ റിസ്ട്രെയിനിങ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാലേ അറിയാം, എക്സാക്റ്റ് സിലബസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നിങ്ങളുടെ എക്സാമിന് മുന്നേ തന്നെ മാക്സിമം എല്ലാ പോർഷൻസും തന്നെ കവർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.